ഒടുവിൽ ദേവയാനി നയനയോട് തൻ്റെ സ്നേഹം എന്താണ് എന്നുള്ളത് അറിയിക്കുകയാണ്. അങ്ങനെ ദേവയാനി നയനയോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. മോളെ, നിന്റെ സ്നേഹം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് വേദനകൾ മാത്രമേ അനന്തപുരിയിൽ ഞാൻ തന്നിട്ടുള്ളൂ. പക്ഷേ ആ സമയത്തൊക്കെ നീ എന്നെ വളരെയധികമാണ് ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. പക്ഷേ അതൊന്നും ഞാൻ പണം കണ്ടിട്ടാണ് നീ എന്നെ സ്നേഹിക്കുന്നത് ആണെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ നീ അതൊന്നുമല്ല സത്യം എന്നുള്ളതും നിന്റെ സ്നേഹം ആത്മാർത്ഥത ആണെന്നുള്ളതും എനിക്ക് പിന്നീട് മനസ്സിലായത് നീ എനിക്ക് കരൾ തന്നപ്പോഴാണ്. ആ വാർത്ത എല്ലാവരും എന്നിൽ നിന്നും മറച്ചു വെച്ചു. പക്ഷേ ആ സത്യം ഞാൻ പിന്നീട് കണ്ടുപിടിക്കുകയായിരുന്നു. അതിൽ നിന്നാണ് നിനക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ആത്മാർത്ഥതയാണ് എന്നുള്ളതും മനസ്സിലാക്കിയത്. കരൾ തന്ന സമയത്തും ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞാൻ കരൾ തന്നതുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്നൊന്നുമുള്ള രീതിയിൽ നീ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നിന്റെ സ്നേഹം എത്രത്തോളം ആത്മാർത്ഥതയാണ് എന്നുള്ളതും എനിക്ക് മനസ്സിലായി മോളെ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ദേവയാനി നയനയോട് പറയുകയാണ്. ദേവയാനിയുടെ കരച്ചിൽ കണ്ടിട്ട് നയനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് നയന പറയുന്നുണ്ട്, അമ്മ കരയേണ്ട കാര്യമില്ല. പിന്നെ അമ്മയുടെ സ്നേഹം എന്താണ് എന്നുള്ളത് ഞാൻ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. നന്ദുവിനെ പോലീസ് സ്റ്റേഷനിലായ സമയത്ത് രക്ഷിച്ചെടുത്തത് അമ്മയാണ് എന്നുള്ള സത്യമൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതിനു മുമ്പേ തന്നെ അമ്മയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്നോട് സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കരൾ തന്നത് ഞാനാണെന്നുള്ള സത്യം അമ്മ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള സംശയമൊക്കെ എന്നിൽ വന്നു കഴിഞ്ഞിരുന്നു എന്നൊക്കെ നയന ദേവയാനിയോട് പറയുന്നുണ്ട്. അവാർഡ് കൊടുക്കുന്ന സമയത്താണ് ദേവയാനി തൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ലൈവായതുകൊണ്ട് അനന്തപുരിയിലുള്ളവരൊക്കെ ഈ കാഴ്ച ഞെട്ടിത്തരിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സത്യം, തൻ്റെ മുന്നിൽ നടക്കുന്ന ഈ ഒരു കാര്യം സ്വപ്നമാണോ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അനന്തപുരിക്കാർ നിൽക്കുന്നത്. കാരണം ഇവർ മരുമകളും അമ്മായിയമ്മയും ഒരുമിച്ച് ഒരു TV ഷോയിൽ കാണുക എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷമായതുകൊണ്ട് തന്നെ അവരെ കാണാനായിട്ടായിരുന്നു ഈ ഒരു പരിപാടി അനന്തപുരിയിൽ നിന്നും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇതിൻ്റെ കൂടെ ദേവയാനി മരുമകളെ അംഗീകരിച്ച് എന്നുള്ളതും ദേവയാനി മരുമകളെ സ്നേഹിച്ച് തുടങ്ങി എന്നുള്ളതും അത് നയന മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പരസ്പരം സംസാരിക്കുന്നത് ലൈവിൽ അനന്തപുരിക്കാർ തന്നെ തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സന്തോഷം അടക്കാനാവാതെ നിൽക്കുകയാണ് അവർ. തൻ്റെ അമ്മായിയമ്മയിൽ നിന്നും മരുമകൾ അവാർഡ് ഏറ്റുവാങ്ങുന്നത് തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ അതിനേക്കാളും ഇരട്ടി മധുരം എന്ന പോലെ തന്നെയാണ് ഈ ഒരു സമയത്ത് ദേവയാനി മരുമകളെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സത്യം അനന്തപുരിക്കാർ മനസ്സിലാക്കുന്നത്. ഈ കാഴ്ച കൊണ്ട് ജലജയും അതുപോലെ തന്നെ ജാനകിയും അനാമികയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ദേഷ്യത്തോടെ കൂടി ചിന്തിച്ച് നിൽക്കുകയാണ് അവർ. അതേസമയം ഈ കാഴ്ച കണ്ട് സന്തോഷം അടക്കാനാവാതെ കൈകൊട്ടിച്ചിരിക്കുകയാണ് നവ്യ. ആ കാഴ്ച കണ്ടിട്ട് ജാനകിക്കും ജലജയ്ക്കുമൊക്കെ സഹിക്കാൻ പറ്റിയില്ല. നവ്യയെ തുറിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നവ്യ അവരോടായിട്ട് പറയുന്നുണ്ട്, എല്ലാവരും കൺകുളിർക്കെ കാണ്, നിങ്ങളൊക്കെ ഇവർ ഒന്നിക്കരുത് എന്നായിരുന്നല്ലോ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നിങ്ങളുടെ ആഗ്രഹത്തിനൊക്കെ വിപരീതമായി അവർ ഒന്നിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ സ്നേഹം എന്താണ് എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. ഏതായാലും ഇനി അനന്തപുരിയിൽ സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും. എൻ്റെ ചേച്ചിയുടെ ഭാഗ്യമാണ് എന്നൊക്കെ നവ്യ പൊക്കി സംസാരിക്കുന്നുണ്ട്. ആകെ ഞെട്ടിത്തരിച്ച് പാതാളത്തിലേക്ക് താഴ്ന്നു പോയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിൽക്കുകയാണ് ജലജയും ജാനകിയും അനാമികയുമൊക്കെ. പക്ഷേ ആ സമയത്ത് അനാമിക ഇത് ഒരിക്കലും സംഭവിക്കില്ല, ഇത് സത്യമല്ല, എന്തായാലും ഈ അവാർഡിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മായിയമ്മയും മരുമകളും സ്നേഹത്തിലാണ് എന്നുള്ളത് തോന്നിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വല്യമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ വല്യമ്മയ്ക്ക് അവളെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല, ഇത് അവരുടെ അഭിനയം മാത്രമാണ് എന്നുള്ള രീതിയിലൊക്കെ അനാമിക ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നവ്യ അതിനെയൊക്കെ എതിർത്ത്, അതൊക്കെ നിന്റെ സ്വപ്നം മാത്രമാണ്, അവർ ഒന്നിച്ചു കഴിഞ്ഞു, പിന്നെ നയനക്ക് അവരുടെ അമ്മായിയമ്മ കൊടുത്ത സമ്മാനം നീ കണ്ടില്ല, അതാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത്, ഇനിയും നിനക്ക് വിശ്വസിക്കാനായിട്ടില്ലെങ്കിൽ നിനക്ക് നേരിട്ട് തന്നെ എല്ലാം കണ്ട് മനസ്സിലാക്കാം എന്നൊക്കെ പറയുകയാണ് നവ്യ.
ഇതൊക്കെ കേട്ടിട്ട് ജലജ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കാരണം ഏട്ടത്തിക്കാണല്ലോ ഈ വീട്ടിലുള്ള എല്ലാ അധികാരവും ഉള്ളത്. അപ്പോൾ പിന്നെ അവൾക്ക് വളച്ചെടുക്കാനുള്ള കഴിവ് നല്ലോണമുണ്ട്. അതുകൊണ്ട് തന്നെ മരുമകൾ സ്വന്തം അമ്മായിയമ്മയെ വിശ്വസിപ്പിച്ച് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏട്ടത്തി ആ വലയിൽ വീണ സ്ഥിതിക്ക്, ഇനിയിപ്പോൾ എല്ലാ അധികാരവും ഏട്ടത്തിക്ക് തന്നെയുള്ള സ്ഥിതിക്ക്, ഇനിയിപ്പോൾ എന്താ ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഇനി ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിലും നമുക്കോ നമ്മുടെ മക്കൾക്കോ ഇവിടെ യാതൊരു അവകാശവും ഒന്നും ഇല്ലല്ലോ, ഒന്നും പറയാനുള്ള അധികാരവും ഇല്ലല്ലോ. എല്ലാം ഏട്ടത്തിക്കും ഏട്ടത്തിൻ്റെ മകനുമാണല്ലോ അവകാശമുള്ളത്. ആ ഒരു അഹങ്കാരം കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ജാനകി പറയുന്നുണ്ട്, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അതൊന്നും ഞാൻ ഇവിടെ അനുവദിക്കാൻ സമ്മതിക്കില്ല. കാരണം എനിക്കും എൻ്റെ മകനും എൻ്റെ ഏട്ടനും ഒക്കെ ഇവിടെ അവകാശം ഉള്ളതുപോലെ തന്നെയാണ് അവൾക്കുമുള്ളത്. അല്ലാതെ അതിൻ്റെ മേലെ ഒരു അധികാരവും ആർക്കും ഇവിടെയില്ല. അത് ഞാൻ അനുവദിക്കില്ല. ഏട്ടത്തിയെ ഞാൻ എൻ്റെ സ്വന്തം ഏട്ടത്തിയെ പോലെയാണ് കണ്ടിരുന്നത്. പക്ഷേ ഏട്ടത്തി നമ്മളെയെല്ലാം കബളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് ജാനകി. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ജാനകിയുമൊക്കെ ഒരു ഇഷ്ടമില്ലായ്മയോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ആ സമയത്ത് നവ്യയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി എല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്.